ഹലോ നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥയൊന്ന് നോക്കാം കേട്ടോ. അങ്ങനെ ശ്രുതി രണ്ട് പേർക്ക്, അതായത് സച്ചിക്കും രേവതിക്കും ചായയും കൊണ്ടൊക്കെ വന്നിരിക്കുകയാണ്. സച്ചി രേവതി അന്താളിച്ച് നിൽക്കുകയാണ് കേട്ടോ, ചായയും കൊണ്ട് വന്നിട്ട്. അപ്പോൾ പറയും, എന്തപ്പോൾ ഈ കാണുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. സച്ചി കളിയാക്കുന്നുണ്ടേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾ ചായ എടുക്കുക, എനിക്ക് അടുക്കളയിൽ പോകണം, പണിയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചായ എടുക്കാം, ഇത് വിശ്വസിച്ച് കുടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാം, കുടിക്കുന്നില്ലെങ്കിൽ വേണ്ട, ഇങ്ങോട്ട് തിരിച്ച് തന്നേക്കാം. അല്ല അത് വേണ്ട, എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ചായ രണ്ടുപേരും കൂടെ എടുക്കുകയാണ് കേട്ടോ. നമ്മളെ രേവതി താടിക്ക് കൈ കൊടുത്ത് ഇങ്ങനെ അതിശയത്തോടു കൂടി നോക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് പോണ സമയത്തേ നിൽക്ക് എന്നിട്ട് സച്ചി വിളിക്കുകയാണ്. അപ്പോൾ ശ്രുതി തിരിഞ്ഞ് നിൽക്കുന്നുണ്ടേ. എന്താ കണ്ടതെന്ന് നോക്കിയാൽ പറയുന്നു, എന്താ അപ്പോൾ അമ്മ കണ്ടില്ലേ, നിന്നെ വലിയ പുകഴ്ത്തലായിരുന്നല്ലോ അമ്മയ്ക്ക്, മലേഷ്യയിലെ മരുമകളെന്നും പറഞ്ഞിട്ട് മലേഷ്യയിൽ പണത്തിൻ്റെ കുത്തൊഴുക്കുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കാത്തിരുന്ന അമ്മയ്ക്ക് വെറും നിരാശയായി. ഇപ്പോൾ അമ്മ നിൽക്കേണ്ടടുത്ത് ഇപ്പോൾ നീയാ നിൽക്കേണ്ടത്, നിന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ടല്ലേ. അമ്മ മെല്ലെ എസ്കേപ്പ് ആവും ചെയ്തു. അപ്പോൾ നിന്നോടുള്ള സ്നേഹം എത്രയ്ക്കുണ്ട് അമ്മയ്ക്ക് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ശ്രുതിക്കൊന്നും പറയാനില്ല അവിടെ, അങ്ങനെ ശ്രുതി പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നീലിമ പ്ലാൻ ചെയ്യുന്നതാണ്. ശ്രുതി പുറത്തിറങ്ങുമ്പോൾ ശ്രുതിയെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ടകളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അയാൾ വരുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് എങ്ങനെയും തട്ടിക്കൊണ്ട് വരാം, എന്നിട്ട് ഇവിടെ ഒളിവിൽ താമസിക്കാം, അങ്ങനെ ആൾ താമസമില്ലാത്ത അധികം ഇതില്ലാത്ത സ്ഥലത്ത് കൊണ്ട് താമസിപ്പിക്കാം, അവരുടെ അടുത്ത് പൈസ 50 ലക്ഷം തിരിച്ച് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കലാപരിപാടികളാണ്. അപ്പോൾ പക്ഷേ ഇന്ന് പറ്റില്ല എന്ന് പറയും അതിലത്തൊരാൾ. ഇതൊക്കെ പറഞ്ഞിട്ട് ഇന്ന് പറ്റില്ല പറയും, ഇന്ന് പറ്റില്ലേ എന്ന് പറയും. അപ്പോൾ പറയും, നിങ്ങൾക്കെന്ത് ബുദ്ധിയില്ലേ, ഇപ്പം നിങ്ങൾ പറയുന്ന കേട്ടോ ഇന്ന് ചെയ്യുമെന്നാണല്ലോ ഞാൻ വിചാരിച്ചത്, നിങ്ങൾക്കെന്ത് ബുദ്ധിയില്ലേ തീരയ്ക്കും. അതിലത്തൊരുത്തം പിറുപിറുക്കുന്നതാണ്. ബുദ്ധി ഉണ്ടെങ്കിൽ ഞങ്ങൾ വല്ല PSC ടെസ്റ്റ് എഴുതിയിട്ട് പാസ്സായി വല്ല ജോലി നോക്കില്ലേ, നിങ്ങളെന്താ പറഞ്ഞു വയ്ക്കുക. അപ്പോൾ ഇന്ന് മാഡം ഇലക്ട്രോണിക്സിൻ്റെ കച്ചവടക്കാരുടെ എന്തോ ഒരു മീറ്റിംഗ് ഉണ്ട് എറണാകുളത്ത് വെച്ചിട്ട്, അതിൻ്റെ കടകളൊന്നുമില്ല, ഇലക്ട്രോണിക്സ് കടകളൊക്കെ പൂട്ടിയിരിക്കുകയാണ് എന്ന് പറയും. അപ്പോൾ അത് ശരി, എന്നാലും അവൻ്റെ സ്വഭാവം വെച്ച് അവൻ പുറത്തിറങ്ങും, കാരണം അവനൊരു ദിവസം മുഴുവനായിട്ട് അവൻ്റെ വീട്ടിലിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവൻ പുറത്തിറങ്ങുമെന്ന് പറയും. അപ്പോൾ പുറത്തിറങ്ങുകയാണെങ്കിൽ നിങ്ങൾ തട്ടിക്കൊണ്ട് പോയിക്കുക, എന്നെ വിളിക്കൊന്നും വേണ്ട, നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇവളെല്ലാം റെഡിയാക്കി കൊടുക്കുകയാണ്. അവരുടെ അടുത്ത് തിരിച്ച് 50 ലക്ഷം കിട്ടില്ലെങ്കിൽ അവന് തട്ടിക്കളയണം എന്നുള്ളതിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ ഗുണ്ടകൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും കൊടുക്കുക. അപ്പോൾ അതിലത്തെ ഒരുത്തനോട് പറയുകയാണ്, നീ സുധിയുടെ വീടിൻ്റെ അവിടെ എപ്പോഴും ഉണ്ടാവണം, സുധി പുറത്തിറങ്ങുന്നത് നോക്കിയിട്ട് എനിക്ക് അപ്പോൾ ഇൻഫർമേഷൻ തന്നുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്തനെ അതിന് സെറ്റിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നീലിമ കഴിഞ്ഞ് അവിടുന്ന് പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വീട്ടിൽ ശ്രുതിയും കൂടെ മെല്ലെ തടി ഊരാൻ നിൽക്കുകയാണ്. അപ്പോൾ അച്ഛമ്മയുടെ കാലിനെന്തോ വേദനയായിട്ട് രവി ഇരുന്ന് ഇങ്ങനെ പതുക്കെ കാല് തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ രവി ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഓർമ്മയുണ്ട്, ഞാൻ ബസ്സിൽ ജോലിക്ക് ജോയിൻ ചേരാൻ വരുന്ന അന്ന് അമ്മയുടെ കാല് തടവി തന്നിട്ടാണ് ഞാൻ അവിടുന്ന് പോകുന്നത്, അമ്മയുടെ കാല് തൊട്ട് നെറുകിൽ വയ്ക്കുന്നതിന് വരെ അമ്മയുടെ കാലിനെ തടവി തന്നിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറയും. ഓർമ്മ ഉണ്ടേടാ മോനെ, എനിക്കതൊക്കെ ഓർമ്മ ഉണ്ട് പറയും. മതി മോനെ, കാലിപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട്, വേദനയ്ക്ക് കുറച്ച് കുറവുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ കാണാം ശ്രുതി മെല്ലെ വരുന്നു. അപ്പോൾ ശ്രുതി പറയും, ചൂടാണ്, നല്ല ഉഷ്ണമുണ്ട്, അപ്പോൾ മഴയുടെ ഒരു ലക്ഷണമില്ല. അപ്പോൾ ശ്രുതി പറയാണ്, ഞാൻ കച്ചവടത്തിൻ്റെ എന്തെങ്കിലും കാര്യം സംസാരിച്ചുകൊണ്ട് ഇറങ്ങാം, നീ എൻ്റെ കൂടെ പിടിച്ചിറങ്ങിക്കൊള്ളുണ്ടോ, എന്നാലും ഇവിടുന്ന് ഊരി പോരാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം ഐഡിയകൾ. അപ്പോൾ പറയാം ശരി പറയും. അപ്പോൾ അവൻ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട്, ചൂട് കൂടിയാലേ ഉള്ളൂ എനിക്ക് കച്ചവടം ഉണ്ടാവുക എന്ന് പറയുകയാണ്. അപ്പോൾ പറയും, നിനക്ക് ചൂട് കൂടി എങ്ങനെ നിനക്ക് കച്ചവടം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അച്ഛമ്മേ, ചൂട് കൂടിയല്ലേ ആൾക്കാർ AC വന്ന് വാങ്ങുള്ളൂ, അങ്ങനെ ഓരോന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എല്ലാവരും വന്ന് വാങ്ങിക്കൊള്ളണം എന്നില്ലല്ലോ AC എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് മെല്ലെ അപ്പോൾ നീ എങ്ങോട്ടാ അവിടെ നോക്കുമ്പോൾ ഞാൻ കടയിൽ പോകണം, അവിടെ കസ്റ്റമേഴ്സ് 4-5 പേര് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അവർക്ക് AC വേണ്ടി വന്നവർക്കാണ് എന്നൊക്കെ ഇങ്ങനെ വെറുതെ പഠിക്കണേ. അപ്പോൾ പറയുന്നത്, അതിന് നീ എങ്ങോട്ടാ പോകണം, നീ എന്തിനാ പോണത് എന്ന് പറയുന്നത്, എനിക്ക് അവിടെ കസ്റ്റമേഴ്സിനെ തള്ളാണ് എന്നറിയും. അപ്പോൾ പറയും, പിന്നെ നിനക്ക് അവിടെ ആരും വരുന്നില്ല എന്നാണല്ലോ അറിഞ്ഞത്, ബ്യൂട്ടി പാർലറിൽ ആരും വരില്ല എന്നാണല്ലോ ഞാൻ അറിഞ്ഞത് എന്നറിയും അച്ഛമ്മ. അപ്പോൾ പറയും, അതൊക്കെ വെറുതെ അസൂയക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്ന നീ പോകണം, നിനക്ക് അവിടെ പണിയുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ പറയാം, എല്ലാ അച്ഛമ്മ ഞാൻ ചോറും കറികളൊക്കെ അല്ലേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഉച്ചത്തെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പറയും. അപ്പോൾ പറയാം, അത് പറ്റില്ല, ആർക്കാ വയ്ക്കുക, എനിക്ക് എൻ്റെ കാലം കൊണ്ട് തന്നെ വയ്യ, പിന്നെ ആരാ ഉള്ളത് ഇവിടെ, വർഷം പോവുകയും ചെയ്യും, മോളെ ശ്രുതി നീ തന്നെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പതപ്പിക്കലാണ് ശ്രുതിനെ. അപ്പോൾ
അവൾ പിന്നെ അറിയാം, അല്ല എനിക്ക് പോകണമെന്ന് അറിയാം. പോകാൻ പറ്റില്ല, ഇനി രേവതിയുടെ കാല് മാറുന്ന വരെ നീ തന്നെ ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യണം, വേറെ ആരെവിടെ ചെയ്യാനുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇതാക്കാം. അപ്പോൾ ശ്രുതി പറയും, ശ്രുതി നീ പോയിക്കോ, നിനക്കെന്തോ നിൻ്റെ കസ്റ്റമേഴ്സൊക്കെ വന്ന് കാത്തിക്കണ്ടെന്നല്ലേ പറഞ്ഞു, ഇനിയിപ്പോൾ അവർ പോകണ്ട, നീ പോയിക്കോ. കാരണം അച്ചമ്മയ്ക്ക് അറിയാം അവൻ വെറുതെ പറഞ്ഞ് പോകുന്നതാണെന്ന് അറിയാം. അങ്ങനെ ശ്രുതിനെ അങ്ങനെ നോക്കിയിട്ട് മെല്ലെ പുറത്ത് പറയും, ദൈവമേ അവളിന്ന് പെട്ടത് തന്നെയാണ് എന്നറിയാം. അങ്ങനെ പുറത്ത് ഒരാളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ പുറത്ത് പോണത് നോക്കിയിട്ട്, അതായത് ശ്രുതി പുറത്ത് പോകണത് നോക്കിയിട്ട് ഒരാൾ കാവൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ശ്രുതി നിന്നിട്ട് ഇങ്ങനെ അവിടെ നിന്നിട്ട് പറയും, ഞാൻ എന്താ ഇപ്പോൾ ചെയ്യുക, പോയിട്ട് പാർക്കിലൊന്ന് പോയിരിക്കാൻ കുറച്ച് നേരം. പാർക്കിൽ പോയി കഴിഞ്ഞാൽ അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ബ്രോ എന്ന് വിളിക്കുന്ന ഒരുത്തുണ്ടല്ലോ, അവനും ഉണ്ടാവും അവിടെ. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം ഇരിക്കാം, കുറച്ച് നേരം കിടക്കാം, ഓർമ്മകളൊക്കെ പുതുക്കാം. എന്നിട്ട് അതൊരു പാട്ടൊക്കെ പാടുന്നുണ്ട്, പാർക്കിൽ പോയിരിക്കുന്നതിനെ പറ്റി ഒരു പാട്ടൊക്കെ മൂപ്പര് സ്വയം ഉണ്ടാക്കി പാടുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ ശരി പാർക്കിൽ പോവാം, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോവാന്ന് വെച്ചാൽ പിന്നെ ഈ ജന്മം മുഴുവൻ അവളെ എന്നെ ചീത്ത അറിയും ശ്രുതി ഒറ്റയ്ക്ക് പോയതിനെ, അതുകൊണ്ട് അത് വേണ്ട, പാർക്കിൽ പോയിരിക്കാമെന്ന് പറഞ്ഞിട്ട് പാട്ടും പാടി പാർക്കിലേക്ക് പോവാണ് മൂപ്പർ കാറ് കൊടുത്തിട്ട്. അപ്പോഴേക്കും ഇവൻ അവിടെ വെയിറ്റ് ചെയ്തിരുന്ന ആൾ വിളിച്ച് പറയുന്നുണ്ട്, ശ്രുതി ഇവിടുന്ന് ഇറങ്ങി കാറിൽ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്നവൻ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പറയാം, നീ അവനെ ഫോളോ ചെയ്ത് പോരെ എന്ന് പറയുന്നത് വേറൊരു ഗുണ്ട. അങ്ങനെ ഇവൻ ഫോളോ ചെയ്ത് പോവുകയാണ് ശ്രുതിനെ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ശ്രുതി തുണി തല്ലൽ കുത്തി തിരുമ്പ് എന്തൊക്കെയോ പിറുപിറുനെ പറയണമുണ്ട്, തുണി തല്ലണമുണ്ട്, കുറേ അച്ചമ്മേനെ ശപിക്കുന്നുണ്ട്, കുറേ രേവതീനെ ശപിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അച്ചമ്മ കാണാൻ കുറേ തുണികളുണ്ട് പിന്നെയും വരുന്നത്. അപ്പോൾ പറയും, മോളെ ഇങ്ങനെ തല്ലിയ തുണി കീറില്ലേ, പതുക്കെ തല്ലാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അച്ചമ്മ പറയുമ്പോൾ അവൾ മെല്ലെ സോപ്പിട്ടിട്ട് കല്ലിനും വേദിരിക്കില്ല തുണിക്കും വേദിരിക്കില്ലാത്ത പോലെ തുണി തല്ലി കാണിക്കുക. അങ്ങനെയാണ് തുണി തല്ലേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും, ഇവിടെ അടുത്ത് പുഴ ഉണ്ടോ, ഒരു ദിവസം തുണി കല്ലിൽ തല്ലി തിരുമ്മി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിനൊരു ആരോഗ്യം, നീ നന്നായിട്ട് ആരോഗ്യം നോക്കുന്ന ആളല്ലേ, അപ്പോൾ അതൊരു ആരോഗ്യം ഉണ്ടാവുന്ന കാര്യമാണ്, നല്ല ഹെൽത്തി ആയിരിക്കും, അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ അച്ഛമ്മ അങ്ങനെ പറയണം. അപ്പോൾ പറയും, ഇത് കുറച്ച് രേവതിയുടെ ഡ്രസ്സാണ്, ഇത് ഞാൻ വാഷിംഗ് മെഷീനിലിട്ടില്ല, മോളെന്നെ ഇത് കല്ലിൽ തിരുമ്പി എടുത്തേക്ക് പറയും. അപ്പോൾ പറയും, അയ്യോ രേവതിയുടെ ഡ്രസ്സ് ഞാൻ തന്നെ തിരുമ്പണയ്ക്കണം, പിന്നെ അല്ലാണ്ട് ആരാ ചെയ്യുക, നിങ്ങളൊക്കെ ഡ്രസ്സ് രേവതി തിരുമ്പി തന്നിരുന്നതല്ലേ, ഇപ്പോൾ അവൾക്ക് വയ്യാത്തോണ്ടല്ലേ നിന്നോടൊക്കെ പറയുന്നത്, അപ്പോൾ അതിപ്പോൾ ഈ ആഴ്ച തന്നെ തിരുമ്പണോ എന്ന് ചോദിക്കണം. അപ്പോൾ ഈ ആഴ്ചയല്ല ഇന്ന് തന്നെ തിരുമ്പണം എന്നൊക്കെ പറയണം. അപ്പോൾ പുഴ ഉണ്ടെങ്കിൽ സൗകര്യമായിരുന്നു, അവിടെ പോയിരുന്ന ഇത്രയും ബുദ്ധിമുട്ടുണ്ട്, പുഴയിൽ കുത്തി തിരുമ്പി പിഴിഞ്ഞെടുത്ത് കൊടുത്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ പുഴയൊന്നുമില്ല അച്ഛമേറി. എന്നാൽ പിന്നെ മോള് കല്ലിൽ തന്നെ തിരുമ്മിക്കോ, വേഗം ആവണം, ഇത് കഴിഞ്ഞ് വന്നിട്ട് വേണം, വേറെ പണികളുണ്ട് അകത്ത് എന്നിങ്ങനെ പറയും. അപ്പോൾ പറയും, എന്തത് ഞാൻ കുപ്പിയിൽ നിന്ന് ഇറങ്ങി പോതോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അച്ഛമ്മ അങ്ങോട്ട് പോവാണ്. അത് കഴിഞ്ഞ് ഇവളിങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണ് കല്ലിൻ്റെ മുകളിൽ, തിരുമണ കല്ലിൻ്റെ മുകളിൽ. എന്താ ഈ അച്ഛമ്മയ്ക്ക് പറ്റി, സാധാരണ എന്നോട് ഇങ്ങനെ കാണിക്കാത്താണല്ലോ, എന്താ പറ്റിയത് അച്ഛമ്മയ്ക്ക്, മറ്റേ എന്നെക്കൊണ്ട് ഇങ്ങനെ ഒന്നും പണി എടുപ്പിക്കാത്തതാണ്, അച്ഛമ്മയ്ക്ക് ഇതെന്ത് പറ്റി എന്നിങ്ങനെ ആലോചിക്കുക. അപ്പോൾ തലേ ദിവസം അച്ഛമ്മ കേട്ടതാണ് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സംഭാഷണം. പിന്നെ അച്ഛമ്മ വെറുതെ വിടും, പ്രത്യേകിച്ച് രേവതിയുടെ കാര്യത്തിൽ ഒരിക്കലും വെറുതെ വിടില്ല. അങ്ങനെ ഒരു ഡോസ് കൊടുത്തത് മനഃപൂർവ്വം കൊടുത്തത് തന്നെയാണ് ഇതിനും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ മീരേനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മീരേനെ വിളിക്കുകയാണ്. മീരയെ വിളിച്ച് കഴിഞ്ഞിട്ട് മീര പറയും, നിനക്കിപ്പോൾ അറിയോ ഞാൻ എവിടെയാണെന്ന് നിനക്കറിയോ എന്ന് പറയും. ആദ്യമൊക്കെയായിരുന്നെങ്കിൽ എനിക്കറിയായിരുന്നു നീ എവിടെയാണ്, നീ എന്താ ചെയ്യണമെന്നൊക്കെ എനിക്കറിയായിരുന്നു, ഇപ്പം എനിക്കത് അറിയില്ലല്ലോ എന്ന് പറയും. അപ്പോൾ നിനക്ക് എന്നോടുള്ള പിണക്കം മാറിയില്ലേ ഇതുവരെയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതിക്ക് കൊട്ടേഷൻ കൊടുത്തത് ഇവളാന്നാണ് മീരയുടെ വിചാരം. പക്ഷേ ഇവളല്ല ശരിക്കും സത്യത്തിൽ ചെയ്തണത്, ആൻ്റണിയാണ് തോന്നുന്നു ചെയ്തണത്. അപ്പോൾ പറയും, നീ എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ പറയും. നീ അല്ല എനിക്കറിയുന്ന ശ്രുതി എന്ത് ചെയ്താലും ഞാൻ അറിയുന്നത്, പക്ഷേ എനിക്കറിയില്ലല്ലോ നീ എന്താ ചെയ്യണം, നീ എന്താ പറയണമെന്നൊന്നും എനിക്കറിയില്ലല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ പറയും, എടി ഞാനിവിടെ തിരുമ്പുന്ന കല്ലിൻ്റെ അടുത്ത് നിൽക്കുക, ഒരു ലോഡ് തുണികളുണ്ട് കൊടുന്നിട്ട് തന്നിട്ട് അച്ഛമ്മ, അത് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ, എനിക്ക് മടുത്തു, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാന്ന് പറയും. അപ്പോൾ പറയും, ഞാനെന്ത് വഴി പറയാനാ, നീയല്ലേ ഓരോന്ന് ചെയ്തു വെക്കുന്നത്, നീ തന്നെ വഴി കണ്ടുപിടിക്കുകയെന്ന് അറിയും. എന്താടി നീ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് ശ്രുതി. അല്ലാണ്ട് പിന്നെ ഞാനെന്ത് ചെയ്യും, നീ ഓരോന്ന് ചെയ്തു വെക്കുന്നതിന് നീ തന്നെ അനുഭവിക്കുക, എന്തായാലും ഇന്നും ഇന്നലെയും നാളെയും കൊണ്ടൊന്നും നിൻ്റെ ജോലി അവസാനിക്കാൻ പോകുന്നില്ല. കാരണം രേവതി ആ കിടപ്പെന്ന് എഴുന്നേൽക്കുന്നവരെയും നിനക്ക് ജോലികൾ തന്നെയായിരിക്കും. ഇനിയിപ്പോൾ ആണെങ്കിൽ തന്നെയും, ഇനിയിപ്പോൾ എഴുന്നേറ്റാൽ തന്നെയും അവളുടെ കാല് ശരിയാവാൻ പിന്നെയും സമയം പിടിക്കും. അതുകൊണ്ട് നീ തന്നെ വേണം ജോലികളൊക്കെ ചെയ്യാൻ എന്നിങ്ങനെ പറയുന്നത്. അപ്പോൾ പറയണേടി നീ എന്നോട് ഇങ്ങനെ പറയല്ലേ എന്നൊക്കെ പറയും, നിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്, അപ്പോൾ നീ എന്താ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് ചോദിക്കുക. അപ്പോൾ പറയാം, അല്ലാണ്ട് ഞാൻ എന്ത് പറയാനാണ് നിന്നോട്, നീയായിട്ട് വരുത്തി വയ്ക്കുന്ന ഓരോ കാര്യങ്ങളല്ല, നീ തന്നെ അനുഭവിച്ചോ
ഇനിയും നിനക്ക് വരും, ഇഷ്ടം പോലെ പണികളുണ്ടാവും, നീ ചെയ്തോ അവിടെ നിന്നിട്ട് പറഞ്ഞിട്ട് മീര ഫോൺ കട്ട് ചെയ്യപ്പോൾ അവൾക്ക് അതിലേറെ വിഷമമാവും. കാരണം മീരയും കൈയൊഴിഞ്ഞു. മീരയ്ക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ല. കാരണം രേവതീനെ അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഒരു പ്രാവശ്യം പൂവും കൊണ്ട് തന്നെ പോയി പൂവ് കൊണ്ടുപോയിട്ട് കൊടുത്ത് രേവതിയായിട്ട് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഈ ശ്രുതി പറയുന്ന പോലെയല്ല രേവതിന്ന് മീരയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അത് കാരണം ശ്രുതിയാണ് രേവതീനെ അപായപ്പെടുത്തിയിരുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് മീര ശരിക്കും ശ്രുതിനെ തേക്കുന്നത്. കാരണം മീര പറയുന്നുണ്ട് പാവാണ് ഇവള് ഈ ശ്രുതി പറയുന്ന പോലെയല്ല മീര, അല്ല രേവതി, അവൾ പാവാണ് എന്നിങ്ങനെ മീര പറയുന്നുണ്ട്. അപ്പോൾ അവളോട് അടുത്ത് കഴിയുമ്പോഴാണ് അവൾ പാവാന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നത് കേട്ടോ. ബട്ട് ശ്രുതി ഒരാളെക്കുറിച്ച് ഒരാളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതല്ലേ ഇപ്പോൾ മറ്റുള്ള ഒരാൾക്ക് അറിയുള്ളൂ. അപ്പോൾ അതാണ് അത്രയും ദേഷ്യം രേവതിയോട് അവളിങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ആ ഒരു ദേഷ്യമാണ് മീരയ്ക്ക് ശ്രുതിയോട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് മറ്റേ ആൾ പാർക്കിലേക്ക് പോവുകയാണ് കാർ ഓടിച്ചുകൊണ്ട്, പാട്ടൊക്കെ പാടി ഇങ്ങനെ പോകുമ്പോൾ ഈ ബൈക്കാരൻ പിന്നിൽ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവൻ ശ്രദ്ധിക്കുന്നുണ്ട്, കുറച്ച് നേരമായി ഇയാളെ ഫോളോ ചെയ്തിട്ട് വരുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മളെ അടുത്ത ആൾ ചിലപ്പോൾ മിക്കവാറും ശ്രുതിനെ തട്ടിക്കൊണ്ടുപോകുന്നതാവും വീഡിയോ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളാരും മിസ് ചെയ്യാണ്ട് കാണുക. എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എൻ്റെ സ്വരം ഒരു രസമില്ല കേൾക്കാമെന്ന് പറഞ്ഞിട്ട് വേറൊരു കഥ പറഞ്ഞിട്ട്, അപ്പോൾ ഒരു സ്വര രസമില്ല കേൾക്കാൻ. സത്യമാണ്, എനിക്കറിയാം എൻ്റെ ശബ്ദം വളരെ മോശമായിരുന്നെന്ന് എനിക്കറിയാം. കാരണം വൈറൽ ഫീവർ ആയിരുന്നു. ഞാൻ ഒരു ദിവസമേ ഞാൻ കഥ മിസ് ചെയ്തുള്ളൂ, ഒന്നിലും പറയാതിരുന്നുള്ളൂ. അപ്പോഴേക്കും എൻ്റെ വ്യൂവേഴ്സൊക്കെ പോയി. അല്ലെങ്കിൽ വ്യൂവേഴ്സ് കുറവാണ് എനിക്ക്, എന്നാലും പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വയ്യെങ്കിലും പറയുന്നത്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് വ്യൂവേഴ്സൊക്കെ പോയി. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ വയ്യാതെ ഈ കഥകൾ പറയുന്നത്. അപ്പോൾ വളരെ മോശമാണെന്ന് തന്നെ എനിക്കറിയാം. എന്നാലും നിങ്ങൾ എന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങൾ ക്ഷമിക്കുക, അസുഖമല്ലേ, ആർക്കും വരാമല്ലോ. അപ്പോൾ ആർക്കും വരാതിരിക്കട്ടെ. കാരണം ഞാൻ തന്നെ ആകെ ബുദ്ധിമുട്ടി, എല്ലാം സഹിക്കുക. ഈ ചുമ ഒരു രക്ഷയില്ല കേട്ടോ. ആർക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ. അതുകൊണ്ട് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം മതി കേട്ടോ. ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നമ്പത്തിലേക്കൊക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു. താങ്ക് യു.